എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മൊഡ്യൂൾ 5 ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിന്റെ MCQ പ്രാക്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം സിലബസ് ഒന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സിന്റെ ബേസിക് ആയിട്ടുള്ള കുറേ ഡെഫിനിഷൻസിനും കൺസെപ്റ്റുകളുമാണ് നമ്മളിവിടെ പഠിച്ചത്. ഇതിൽ പ്രോഗ്രാമിംഗ് ഈ സെക്ഷനിൽ നിന്ന് അങ്ങനെ വരില്ല. ഇതിൽ തിയറട്ടിക്കൽ കൺസെപ്റ്റ്സ് ഓഫ് ദാറ്റ് പ്രോഗ്രാമിംഗ് അതാണ് കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. വിച്ച് പ്രോഗ്രാമിംഗ് പാരഡിഗം ഫോക്കസസ് ഓൺ ഡേറ്റ റാദർ ദാൻ പ്രൊസീജിയർ? വി ഹാവ് പ്രൊസീജിയറൽ ലാംഗ്വേജ്. അതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എന്നും പറയാം. ഇങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ഇല്ല. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ എന്താണ്? ഡേറ്റയോടൊപ്പം തന്നെ ഡേറ്റ പ്ലസ് മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ ടു മാനേജ് ഓർ മാനിപ്പുലേറ്റ് ദാറ്റ് ഡേറ്റ. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? കൺസെപ്റ്റില് വരുന്നത്. അപ്പൊ പക്ഷെ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ്, സി ഒക്കെ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലെ. അപ്പൊ സിയിലൊക്കെ വരുമ്പോ എന്താണ്? ഫങ്ഷൻസിനാണ് പ്രാധാന്യം. ഓരോ സെറ്റ് ഓഫ് ഫങ്ഷൻസിനാണ് അവിടെ പ്രാധാന്യം. പക്ഷെ ഇവിടെ ഇറ്റ് വിൽ ഫോക്കസസ് ഓൺ ഡേറ്റ റാദർ ദാൻ പ്രൊസീജിയർ. പ്രൊസീജിയറിനേക്കാളും ഡേറ്റയ്ക്ക് പ്രാധാന്യം നൽകുന്നത് ഏതിലാണ്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിലാണ്. അപ്പൊ ഇവിടെ ഡേറ്റേനെ സ്റ്റേറ്റ് എന്നും ആൻഡ് ഫങ്ഷൻസിനെ മെത്തേഡ്സ് എന്നുമാണ് പറയുന്നത്. എന്താണ്? ഡേറ്റേനെ സ്റ്റേറ്റ് എന്നും ഫങ്ഷൻസിനെ മെത്തേഡ്സ് എന്നുമാണ് പറയുന്നത്. പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇറ്റ്സ് പ്രൈമറി ഫോക്കസ്ഡ് ഓൺ ഫങ്ഷൻ അല്ലെങ്കിൽ പ്രൊസീജിയർ അല്ലെങ്കിൽ മെത്തേഡ്സ്. ദ ബ്ലൂ പ്രിന്റ് ഓർ ടെംപ്ലേറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ക്ലാസ്. അതിന് ക്ലാസ് ഒബ്ജക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രം. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രമാണ് ക്ലാസ്. അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ണിയപ്പങ്ങളാണ് ഒബ്ജക്റ്റുകൾ. അപ്പോൾ ഒരു അച്ച് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഒരു മോൾഡ്, ആ മോൾഡിനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. ആ മോൾഡ് കൊണ്ട് ഉണ്ടാക്കുന്ന റിയൽ വേൾഡ് തിങ്സിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലേ. ആ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആപ്പിൾ, ഓറഞ്ച് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഈ ആപ്പിൾ, ഓറഞ്ച് ഒക്കെ എന്താണ്? ഇറ്റ് ഈസ് ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ് ഫ്രൂട്ട്. ഓക്കെ. അപ്പോ ബ്ലൂ പ്രിന്റ് ഓർ ടെംപ്ലേറ്റ് ഫോർ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ക്ലാസ്. മെത്തേഡ്സും ഫങ്ഷനും അതിനകത്തുള്ള എന്താണ്? ക്ലാസ്സിനകത്തുള്ള ഒരു ഫോർമാറ്റ് ആണ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ആണ്. ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് ഈസ് നോൺ ആസ് ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ ഇൻസ്റ്റൻസിനെ പറയുന്ന പേര്, ക്ലാസിന്റെ ഇൻസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ്. ദ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് ഈസ് നോൺ ആസ് ഒബ്ജക്റ്റ്. ഒരു ക്ലാസ്സിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? മെമ്പർ വേരിയബിൾസ് ആൻഡ് മെമ്പർ functions. Okay. The binding of a data and methods that operates on that data into a single unit is known as data and function into a single unit. Function വേറെ പേരാണ് methods. Data and function into a single unit is known as inheritance അല്ല, polymorphism അല്ല, ഇതിൽ രണ്ടിലും ഏതുമാണ് അല്ലേ? That is encapsulation. Encapsulation is the process of wrapping up of data and functions together is known as encapsulation. Inheritance എന്താണ്? ഒരു ക്ലാസ്സിൽ നിന്നും പുതിയൊരു ക്ലാസ് ഉണ്ടാക്കുന്നു. Polymorphism, existing more than one form, and abstraction, hiding unnecessary information. So correct answer for this is option C, encapsulation. Hiding the complex implementation details and showing only the essential information to the user is called abstraction. Data abstraction. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നു. അതിന്റെ കണക്ഷൻ എവിടെ കൂടെ ആയിരിക്കും?
എവിടെ കൂടെയാണ് പോയിരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാമോ? ഇല്ല. അപ്പോൾ എപ്പോഴും അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓർമ്മിച്ചിരിക്കുക. അബ്സ്ട്രാക്ഷൻ, സ്വിച്ച്. Which concept promote code reusability? കോഡിനെ കൂടുതൽ പ്രാവശ്യം, ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഈസ് ദയർ, പുതിയ സംഭവങ്ങളൊക്കെ കൂടെ ആഡ് ചെയ്ത് ആ ക്ലാസ്സിനെ എന്താക്കുന്നു? പുതിയൊരു ക്ലാസ് ആക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് സബ് ക്ലാസ്. ഒറിജിനൽ ക്ലാസ്സിനെ എന്താണ് പറയുന്നത്? ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ്. ഇത് സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്. ഓക്കെ. The ability of a single interface to represent multiple forms is known as polymorphism. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം തന്നെ പല പല സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പോളിമോർഫിസം എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് മോർ ദാൻ വൺ ഫോം ഈസ് നോൺ ആസ് എന്താണ്? കമ്പൈൽ ടൈം പോളിമോർഫിസം ഉണ്ട്, റൺ ടൈം പോളിമോർഫിസം ഉണ്ട്. കമ്പൈൽ ടൈം പോളിമോർഫിസം ആണ് ഫങ്ഷൻ ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷൻ പേര്, അതിന്റെ റിട്ടേൺ ടൈപ്പ്, നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്, ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നു. നമ്പർ ഓഫ് പാരാമീറ്റേഴ്സും അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പാരാമീറ്ററോ ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ ഒരേ ഫങ്ഷൻ നെയിം ആയിരിക്കും. ഇനി റൺ ടൈം പോളിമോർഫിസം ആണ് ഫങ്ഷൻ ഓവർ റൈഡിങ്. വരുന്ന ക്വസ്റ്റ്യൻസിലുണ്ട് ഫങ്ഷൻ ഓവർ റൈഡിങ്. ഫങ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറഞ്ഞാൽ ഒരേ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷന്റെ പേര്, പാരാമീറ്റർ ലിസ്റ്റ് ഇതെല്ലാം സെയിം, പക്ഷെ അകത്തുള്ള ഓപ്പറേഷൻ മാത്രം ഡിഫറെന്റ് ആയിരിക്കും. അത് മാത്രമല്ല, ഒന്ന് പാരന്റ് ക്ലാസ്സിലും ആയിരിക്കും, ഒന്ന് ചൈൽഡ് ക്ലാസ്സിലും ആയിരിക്കും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ പറയാം. ഇപ്പോൾ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ വൺ ഫോം, മൾട്ടിപ്പിൾ ഫോംസിൽ കാണപ്പെടുന്നതിനെയാണ് പോളിമോർഫിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് കമ്പോണന്റ് ഡിഫൈൻസ് ദ ബിഹേവിയർ ഓഫ് ആൻ ഒബ്ജക്റ്റ്? ഒരു ഒബ്ജക്റ്റിന്റെ ബിഹേവിയർ ഡിഫൈൻ ചെയ്യുന്നത് ഏതാണ്? മെത്തേഡുകൾ. മെത്തേഡ് എന്താണ്? ഫംഗ്ഷനെയാണ് എന്ത് പറയുന്നത്? മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ സ്പെഷ്യൽ മെത്തേഡ് ഓട്ടോമാറ്റിക്കലി ഇൻവോക്ഡ് when an object is created. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യുന്ന പ്രത്യേക ഒബ്ജക്റ്റുകളെയാണ് മെത്തേഡുകളെയാണ് കൺസ്ട്രക്ടറുകൾ എന്ന് പറയുന്നത്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇനീഷ്യലൈസ് മെമ്പർ വേരിയബിൾ ഓഫ് എ ഒരു ക്ലാസ്സിലെ മെമ്പർ വേരിയബിൾസിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് ഇനിഷ്യൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? കൺസ്ട്രക്ടർ ഉപയോഗിക്കുന്നത്. അത് അതിനെ കോൾ ചെയ്യുന്നും വേണ്ട, ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി കോൾഡ് വെൻ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്. പിന്നെ വിർച്വൽ ഫംഗ്ഷൻ, ഫ്രണ്ട് ഫംഗ്ഷൻ ഒക്കെ പറയാം വരുമ്പോൾ. എ കൺസ്ട്രക്ടർ ടിപ്പിക്കലി ഹാസ് ദ സെയിം നെയിം ആസ് ദ ക്ലാസ് നെയിം. കൺസ്ട്രക്ടറിന്റെ പ്രത്യേകത എന്താണ്? നോ റിട്ടേൺ ടൈപ്പ്. കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് ഇല്ല. അതൊരു സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ ആണ്. അതിന് സെയിം നെയിം ആസ് ദ ക്ലാസ്, സെയിം നെയിം ആസ് ദ ക്ലാസ്. ക്ലാസിന്റെ അതേ പേരിൽ തന്നെയായിരിക്കും കൺസ്ട്രക്ടറിന്റെ പേര്. വിച്ച് ടൈപ്പ് ഓഫ് പോളിമോർഫിസം അച്ചീവ്ഡ് ബൈ ഫംഗ്ഷൻ ഓവർലോഡിങ്? ഞാൻ നേരത്തെ പറഞ്ഞു ഫംഗ്ഷൻ ഓവർലോഡിങ് ഈസ് കമ്പൈൽ ടൈം പോളിമോർഫിസം. വളരെ 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 പ്രധാനപ്പെട്ടത്. ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇന്റ് സം, ഇന്റ് എ, ഇന്റ് ബി, ഇത് അതിൻ്റെ അകത്ത് എന്ത് റിട്ടേൺ ചെയ്യാം? റിട്ടേൺ എ പ്ലസ് ബി. ഇതേ ക്ലാസിന്റെ അകത്ത് തന്നെ there is another function int sum, int a, int b, int c, return
എ പ്ലസ് ബി പ്ലസ് സി. അപ്പൊ ഇതില് രണ്ട് ഫംഗ്ഷന്റെ പേരും സെയിം അല്ലേ? പക്ഷെ എന്താണ് ഇവിടെ ഡിഫറെന്റ്? ഹിയർ ദ ഡിഫറൻസ് ഈസ് ഹിയർ ദ ഫംഗ്ഷൻ നെയിം ഈസ് സെയിം. Here number of parameter is 2. Here the number of parameter is 3. When a function called by sum 3,7 എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ആവും sum 3,7,5 എന്ന് പറയുമ്പോൾ it will call this function. അപ്പോൾ it is run at, ഇത് നടക്കുന്ന എപ്പോഴാണ്? ഇതിന് ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്നാണ് പറയുന്നത്. ഇത് നടക്കുന്നത് it is on compile time. Method overloading requires method to have same name and same parameter, different name and same parameter, same name but different in parameter. So that is the അതാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ചത് the same name but different in parameters, which is an example of runtime polymorphism, that is known as method overriding. Very, very important. Runtime polymorphism is achieved in by method overriding. Riding il endana? Int sum int a int b return a plus b. ഇത് ആദ്യത്തെ ക്ലാസ്സിലായിരിക്കും, ക്ലാസ് എ. ഇനി ക്ലാസ് ബിയിൽ, ക്ലാസ് ബി അവിടെയും എന്തുണ്ട്? ക്ലാസ് ബി എവിടെ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നു? എ എന്ന് ഡിറൈവ് ചെയ്തതെന്ന് വെച്ചോളൂ. അവിടെയും ഇൻഡ് സം ഇൻഡ് ഒരേപോലെ ഇൻഡ് എ കൊമ ഇൻഡ് ബി return a plus b. അപ്പോൾ രണ്ട് വ്യത്യസ്ത ക്ലാസ്സുകളിൽ ഒരേ സിഗ്നേച്ചർ, ഇതിനെയാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഒരേ സിഗ്നേച്ചർ ഉള്ള രണ്ട് ഫങ്ഷൻസ് വ്യത്യസ്ത കാര്യങ്ങൾക്കോ ഒരേ കാര്യങ്ങൾക്കോ ഒക്കെ ഉപയോഗിക്കാം. അതിനെയാണ് എന്ത് പറയുന്നത്? ഫങ്ഷൻ ഓവർ റൈഡിങ്. ഓക്കെ, ഫങ്ഷൻ ഈ ഓവർ റൈഡിങ് എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസിൽ ഇതിന്റെ കൂടെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. പാരന്റ് ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, അതേ ഫംഗ്ഷനെ ചൈൽഡ് ക്ലാസ്സിൽ വേറെ രീതിയിൽ എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിനെയാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ, പാരന്റ് ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, ആ ക്ലാസ്സിനെ ചൈൽഡ് ക്ലാസ്സിൽ വേറൊരു ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഫംഗ്ഷൻ ഓവർ റൈഡിങ്. ഇറ്റ് ഈസ് റൺ അറ്റ് it is performed at runtime, very important, which is an example of the feature that enable an operator to exhibit different behavior depending upon the operand. ഒരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംബൽസ് യൂസ്ഡ് ടു പെർഫോം ആൻ ഓപ്പറേഷൻ ഈസ് കാൾഡ് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതിനെയൊക്കെയാണ് എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഓപ്പറേറ്റേഴ്സിന്റെ ഇപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് സമ്മല്ലേ കിട്ടുന്നത്. ഇനി വേറെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനെ മാറ്റി എഴുതണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ വി ക്യാൻ ചേഞ്ച് ദ ഫങ്ഷനാലിറ്റി ഓഫ് ദ operator. For that we are using the concept called operator overloading. The member function of a base class that is redefined in a derived class is known as overridden function എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബേസ് ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് ഡിറൈവ്ഡ് ക്ലാസ്സിൽ പുതിയ ഇംപ്ലിമെന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എന്താണ് പറയുന്നത്? override function എന്ന് പറയാം. What is essential for achieving runtime polymorphism when calling a method through a base class pointer? What is essential for achieving runtime polymorphism when calling a method through a base class pointer? Base class pointer ഉപയോഗിച്ച് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഇതിൽ ഏതായിരിക്കും? ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണോ, ഫ്രണ്ട് ഫംഗ്ഷൻ ആണോ, വിർച്വൽ ഫംഗ്ഷൻ ആണോ? ദാറ്റ് ഈസ് വിർച്വൽ ഫംഗ്ഷൻ. വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ
ഒരു ക്ലാസ് എ, ക്ലാസ് ബി ഈസ് ഡിറൈവ്ഡ് ഫ്രം ക്ലാസ് എ. ഇവിടെ ഒരു ഫംഗ്ഷനെ വിർച്വലായിട്ട് ഡിഫൈൻ ചെയ്തിരുന്നാൽ ദാറ്റ് ക്യാൻ ബി, അതാണ് നല്ല ഒരു കാര്യം. അത് വിർച്വലായിട്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ ഏത് സബ് ക്ലാസ്സിന് വേണമെങ്കിലും അതിനെ എന്ത് ചെയ്യാം, റീഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്ലെയറിംഗ് എ ഫംഗ്ഷൻ ആസ് വിർച്വൽ ഇൻ ദ ബേസ് ക്ലാസ് എനേബിൾ ദ ഡൈനാമിക് ഡിസ്പാച്ച് മെക്കാനിസം necessary for runtime polymorphism when called via a base class pointer. അവിടെ എന്താണ് പറയുന്നത്? റൺടൈം ഡൈനാമിക് ഡിസ്പാച്ച് മെക്കാനിസം എന്ന് പറയുന്ന സംഭവം വരും. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വിർച്വൽ ആയിരുന്നാൽ, ഇതിലെ ഫംഗ്ഷൻ വിർച്വൽ ആക്കിയിരുന്നാൽ ഇവിടെ നമുക്കതിനെ റീഡിഫൈൻ ചെയ്യാം. ഇതിന്റെ പോയിന്റർ ഉപയോഗിച്ച് ഈ വിർച്വൽ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നടക്കുന്ന പരിപാടിനെയാണ് ഡൈനാമിക് ഡിസ്പാച്ച് മെക്കാനിസം. അപ്പൊ അതിൽ വി ടേബിൾ ലുക്കപ്പ് എന്നാണ് പറയുന്നത്. അത് വരുന്ന ക്വസ്റ്റ്യൻസിൽ പറയാം. When a function call is resolved at the time of program execution, it is known as program executionന്റെ സമയത്ത്, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ പറയുന്ന പേര് സ്റ്റാറ്റിക് ഡൈനാമിക് ഏർലി കമ്പൈൽ ടൈം. ഇറ്റ് ഈസ് ഡൈനാമിക് ബൈൻഡിങ്. ഡൈനാമിക് ബൈൻഡിങ് എന്താണ്? അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ, റൺ ടൈമിൽ നടക്കുന്ന ബൈൻഡിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ഡൈനാമിക് ബൈൻഡിങ്. അതിന് വേറൊരു പേരാണ് ലേറ്റ് ബൈൻഡിങ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലേറ്റ് ബൈൻഡിങ്. ലേറ്റ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൺ ടൈമിൽ നടക്കുന്നത്, കമ്പൈലേഷൻ കഴിഞ്ഞിട്ട് നടക്കുന്ന ഫംഗ്ഷൻ കോളും. ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, ഇവിടെ ഒരു ഫംഗ്ഷൻ കോൾ ഉണ്ടാവും. ഫംഗ്ഷൻ കോൾ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും കൺട്രോൾ പോകുന്നു, എന്നിട്ട് തിരിച്ച് വീണ്ടും വരുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ഫംഗ്ഷൻ കോൾ ആൻഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ തമ്മിലുള്ള ലിങ്ക് എന്ന് പറയുന്നത്. അതിനെയാണ് ബൈൻഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡൈനാമിക് ബൈൻഡിങ് നടക്കുന്ന എപ്പോഴാണ്? എക്സിക്യൂഷൻ സമയത്ത്. കമ്പൈലേഷൻ സമയത്ത് നടക്കുന്നതാണ് ഏർലി ബൈൻഡിങ്. ഓക്കെ. If a class has multiple constructors with different parameters, then it is known as constructor overloading. ഒരു ക്ലാസ്സിൽ ഒരു കൺസ്ട്രക്ടർ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. എനി നമ്പർ ഓഫ് കൺസ്ട്രക്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ദാറ്റ് മസ്റ്റ് ബി ഇൻ ഡിഫറെന്റ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിലായിരിക്കണം. അതിനെ പറയുന്ന പേരാണ് കൺസ്ട്രക്ടർ ഓവർലോഡിങ്. Which concept determines which function definition to call at runtime based on the actual objective type. Which concept determine which function definition to call at runtime. Runtime function call ചെയ്യുന്നത് ഏതാണ്? ഏർലി ബൈൻഡിങ്. റൺ ടൈമിൽ, ഓക്കെ, സോറി, റൺ ടൈമിൽ ഏതാണ്? ഡൈനാമിക് ഡിസ്പാച്ച് ആണ്. ഏർലി ബൈൻഡിങ് ഏതാണ്? കമ്പൈൽ ടൈമിൽ. അപ്പൊ റൺ ടൈം കാണുമ്പോൾ തന്നെ നമുക്ക് ഏത് എഴുതാൻ പറ്റും? ഡൈനാമിക് അല്ലെങ്കിൽ ലേറ്റ് ഡിസ്പാച്ച് അല്ലെങ്കിൽ ലേറ്റ് ബൈൻഡിങ്. A class with at least one pure virtual function is called a abstract class. ഒരു ഫംഗ്ഷൻ, അതിനകത്ത് ഒരൊറ്റ അറ്റ്ലീസ്റ്റ് ഒരു വിർച്വൽ ഫംഗ്ഷൻ എങ്കിലും ഉള്ള വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിർച്വൽ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ which can be redefined at the child class. ചൈൽഡ് ക്ലാസ്സിൽ റീഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകളെയാണ് എന്ത് പറയുന്നത്? ഫംഗ്ഷനുകളെയാണ് എന്ത് പറയുന്നത്? വിർച്വൽ ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വിർച്വൽ ഫംഗ്ഷൻ എങ്കിലും ഉള്ള ഒരു ക്ലാസ്സിനെയാണ് എന്ത് പറയുന്നത്? അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് ക്ലാസ്സിലെ ഫംഗ്ഷൻസിനെ ചൈൽഡ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? റീഡിഫൈൻ ചെയ്തുകൊണ്ട് ഇരിക്കാം. The class that inherits properties from another class is known as a class that inherits properties from other class is known as derived class. ബേസ് ക്ലാസ് എന്ന് പറഞ്ഞാലും സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാലും പാരന്റ് ക്ലാസ് എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് സെയിം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ്? ക്ലാസ് എ ഒരു ക്ലാസ് ബി എയിൽ നിന്ന്. സോ ഇപ്പോൾ എയിനെയാണ് എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. ബിനെയാണ് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. എയിനെ ബേസ് ക്ലാസ് എന്ന് പറയും, പാരന്റ് ക്ലാസ് എന്ന് പറയും, സൂപ്പർ ക്ലാസ് എന്ന് പറയും. ഓക്കെ.
The class from which features are inherited is called a base class. അപ്പോൾ ഇത് മൂന്നിനും എന്താണ്? സബ് ക്ലാസ്സിനെയാണ് പറയുന്നത്. Which type of inheritance involve one derived class inheritance from two or more base class? ഇതിന് പറയുന്ന പേരെന്താണ്? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇറ്റ് ഈസ് വെരി ഒരുപാട് സംസാരിക്കപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ഒന്നിൽ കൂടുതൽ പാരന്റ് ക്ലാസ്സിൽ നിന്നും ഒരു ചൈൽഡ് ക്ലാസ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അത് ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ജാവയിലൊന്നും അതിൽ എന്തല്ല സപ്പോർട്ടല്ല മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ക്വസ്റ്റ്യൻ വരാം, എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട്? കാരണം മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നും കണക്ഷൻ ഒരു ക്ലാസ്സിലോട്ട് വരുന്നത് കൊണ്ട് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവ പോലുള്ള പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യാത്തത്? സപ്പോർട്ട് ചെയ്യാത്തത്. എ സീക്വൻസ് ഓഫ് ഇൻഹെറിറ്റൻസ് വേർ ക്ലാസ് സി ഇൻഹെറിറ്റ്സ് ഫ്രം ബി ആൻഡ് ക്ലാസ് ബി ഇൻഹെറിറ്റ്സ് ഫ്രം ക്ലാസ് എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എയിൽ നിന്നും ബി, ബിയിൽ നിന്നും സി. ഇപ്പോൾ മൾട്ടിപ്പിൾ അല്ല, ഹൈറാർക്കിക്കലാണോ? ഹൈബ്രിഡ് അല്ല. സോ ഇറ്റ് ഈസ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അതിൽ നിന്നൊന്ന് അതിൽ നിന്ന് അടുത്തത്. ദാറ്റ് ഈസ് നോൺ ആസ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. വിച്ച് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഈസ് നോട്ട് ഡയറക്ട്ലി സപ്പോർട്ടഡ് ഇൻ ജാവ? നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ ജാവ ബിക്കോസ് ഓഫ് നമ്മുടെ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നും ഡേറ്റ വരുമ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ള ആ പ്രോബ്ലത്തിന് പറയുന്ന പേരാണ്. അത് കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് നോൺ ആസ് ഡയമണ്ട് പ്രോബ്ലം. ഓക്കെ, സോ നമ്മൾ 26th ക്വസ്റ്റ്യൻ ജാവയിൽ സപ്പോർട്ട് ചെയ്യാത്തത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അതിൽ ഡയമണ്ട് പ്രോബ്ലം, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓർത്തിരിക്കുക. എന്താണ് ഡയമണ്ട് പ്രോബ്ലം? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. കാരണം മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നും ഒരു നമുക്കറിയാം ഇങ്ങനെ കാരണം ഇത് പല പല സോഴ്സിൽ നിന്നായിരിക്കും ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവുന്നു. ആ ഇഷ്യൂസിനെയാണ് എന്ത് പറയുന്നത്? ഡയമണ്ട് പ്രോബ്ലം എന്ന് പറയുന്നത്. If class B and class C both inherited from a single class A, class Bയും class Cയും എവിടെ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നു? ക്ലാസ് എയിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിനെ പറയുന്ന പേര് എന്താണ്? ഇറ്റ് ഈസ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ്സും ഒരു സബ് ക്ലാസ്സും. മൾട്ടി ലെവൽ എ ബി സി, അങ്ങനെ മുത്തശ്ശൻ, മകൻ, ചെറുമകൻ. അത് ഹൈബ്രിഡ് കോമ്പിനേഷൻസ് ഓഫ് ഓൾ ദ ഇൻഹെറിറ്റൻസ്. In inheritance, the ambiguity arising when a class inherits from two class that share a common important question. നമ്മൾ പറഞ്ഞു ഒന്നിൽ കൂടുതൽ ancestors ഉള്ള ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ഡയമണ്ട് പ്രോബ്ലം. വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് ഡയമണ്ട് പ്രോബ്ലം. Which component of a derived class is typically called first when a derived class object is created? ഒരു ഡിറൈവ്ഡ് ക്ലാസ് കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. Which component of a derived class? നമുക്ക് ഒരു ക്ലാസ് എ ഉണ്ട് and class B ഉണ്ട്. It is derived from class A. Which component of derived class is typically called when a derived class object is created? ബിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എന്താണ് വിളിക്കപ്പെടുന്നത്? ബേസ് ക്ലാസിന്റെ കൺസ്ട്രക്ടർ ആണോ, ഡിറൈവ്ഡ് ക്ലാസിന്റെ കൺസ്ട്രക്ടർ ആണോ, ബേസ് ക്ലാസിന്റെ ഡിസ്ട്രക്ടർ ആണോ, ആൻഡ് ഡിറൈവ്ഡ് ക്ലാസിന്റെ മെത്തേഡ് ആണോ? സോ ഇറ്റ് വിൽ ബി ബേസ് ക്ലാസിന്റെ കൺസ്ട്രക്ടർ. വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ബി ഒ ബി ഈക്വൽ ടു ന്യൂ ബി. അപ്പൊ ആദ്യം വിളിക്കുന്നത് ഏതിൻ്റെയാണ്? ബേസ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെയാണ് ആദ്യം വിളിക്കുന്നത്. വളരെ വളരെ പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻ ആണ്. What is the default inheritance mode in C++
ഇഫ് നോട്ട് സ്പെസിഫൈഡ്. ഇതിൽ ഏതാണ്? പ്രൈവറ്റ് ആണോ, പ്രൊട്ടക്റ്റഡ് ആണോ, പബ്ലിക് ആണോ, ഡിഫോൾട്ട് ആണോ? ദാറ്റ് ഇസ് ഇറ്റ് ഈസ് പ്രൈവറ്റ്. അതും ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫോൾട്ട് ആക്സസ് മോഡിഫയറും ഏത് തന്നെയാണ്? പ്രൈവറ്റ് തന്നെ ആണ്. വിച്ച് ആക്സസ് സ്പെസിഫയർ അലോസ് മെമ്പർ ടു ബി ആക്സസ്ഡ് only from within the same class? ആ ക്ലാസിന്റെ അകത്ത് മാത്രമേ ആക്സസിബിൾ ആവൂ. ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈവറ്റ് access modifier. Private members are strictly restricted to the defining class. എവിടെയാണോ അത് ഡിഫൈൻ ചെയ്തത് ആ ക്ലാസ്സിൽ മാത്രം, ഇത് എക്ക് അകത്ത് മാത്രമായിരിക്കും ആ പ്രൈവറ്റ് മെമ്പേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. പബ്ലിക് മെമ്പേഴ്സ് എവിടെയൊക്കെ അവൈലബിൾ ആയിരിക്കും? അതിനൊരു ടേബിൾ ഉണ്ട്. പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റ്. In the class outside ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ആർക്കൊക്കെയാണ് ആക്സസിബിൾ ആണെന്ന് നോക്കാം. ആ ഒരു ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത ആ ക്ലാസ്സിൽ ഇൻ ദാറ്റ് ക്ലാസ് ആക്സസിബിൾ ആണ്, ഔട്ട്സൈഡ് ദ ക്ലാസ്സിലും ആക്സസിബിൾ ആണ്. പ്രൈവറ്റ് മെമ്പേഴ്സ് എവിടെ? അവിടെ മാത്രമാണ്. ഔട്ട്സൈഡ് ആക്സസിബിൾ അല്ല, ചൈൽഡ് ക്ലാസ്സിലും ആക്സസിബിൾ ആണ്. പബ്ലിക് ആണെങ്കിൽ എല്ലായിടത്തും ആക്സസിബിൾ ആണ്. പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും ഇറ്റ് ഈസ് ആക്സസിബിൾ ടു ഔട്ട്സൈഡ് ആക്സസിബിൾ അല്ല, ചൈൽഡ് ക്ലാസ്സിന് മാത്രം ആക്സസിബിൾ ആണ്. ഒരു ഷോർട്ട് ടേബിൾ ആണ്. പ്രൈവറ്റ് മെമ്പേഴ്സ് ഈസ് ആക്സസിബിൾ ടു ഓൺലി ദാറ്റ് ക്ലാസ് വെയർ ഇറ്റ് ഈസ് ക്രിയേറ്റഡ്, ആൻഡ് പബ്ലിക് മെമ്പർ ഈസ് ആക്സസിബിൾ ടു ഓൾ, ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പർ ഈസ് ആക്സസിബിൾ ടു ദാറ്റ് ക്ലാസ് ആൻഡ് ഇറ്റ്സ് ചൈൽഡ് ക്ലാസ്. ഓക്കെ. Which access specifier makes members accessible in the same class and its derived class but not from regular outside class? That is known as protected. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ തൊട്ടുമുമ്പ് എഴുതിയ ഈ ഡയഗ്രാം ഓർത്തിരുന്നാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാം. ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ്. ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് ആർക്കൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, അതിനൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്രൈവറ്റ് ആണെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ബ്രഷ്, ടൂത്ത് ബ്രഷ് എനിക്ക് മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റൂ. രണ്ടാമത്തത് കാറ്, എൻ്റെ കാറ് എനിക്കും ഉപയോഗിക്കാം, എൻ്റെ മോനും ഉപയോഗിക്കാം. വെളിയിൽ നിന്ന് ഒരാൾ വന്ന് എടുക്കോ? ഇല്ല. പിന്നെ എൻ്റെ നോളജ് എനിക്ക് ഉപയോഗിക്കാം, എൻ്റെ മോന് എനിക്ക് പകർന്നു കൊടുക്കാം, വെളിയിലുള്ള ആൾക്കും എനിക്ക് പകർന്നു കൊടുക്കാം. ദാറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റ്. ടൂത്ത് ബ്രഷ്, കാറ്, നോളജ്. ഓക്കെ. Members declared as public are accessible from only the class and it's derived anywhere in the program. That is the public access specifier. Private ആണെങ്കിൽ only that class, only the classൽ മാത്രമേ പ്രൈവറ്റ്. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ only the class and its derived class. Here the correct answer is option D, anywhere in the program, because it is public. If a data member is declared private in the base class, how it accessed by the derived class? ഒരു ഡേറ്റ മെമ്പേഴ്സിൽ ബേസ് ക്ലാസ് എനകത്ത് പ്രൈവറ്റ് വേരിയബിൾ ആണ് എക്സ്. ദെൻ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ട് എയിൽ നിന്നുണ്ടാക്കിയത്. അവന് ഈ എക്സിനെ ആക്സസ് ചെയ്യാൻ എങ്ങനെ? ഡയറക്ട്ലി പറ്റുമോ? ഇല്ല. യൂസിങ് ദ പ്രൊട്ടക്റ്റഡ് കീവേഡ് അല്ല. ത്രൂ പബ്ലിക് പ്രൊട്ടക്റ്റഡ് മെത്തേഡ്സിൻ്റെ അല്ല. ഇറ്റ് കനോട്ട് ബി ആക്സസ്ഡ് ടു ത്രൂ പബ്ലിക് പ്രൊട്ടക്റ്റഡ് മെത്തേഡ്സ് ഇൻ ദ ബേസ് ക്ലാസ്സിലെ പബ്ലിക് ഫങ്ഷൻസോ ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിള് ഉപയോഗിക്കുന്ന
എന്താണ് പബ്ലിക്കോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് മെത്തേഡ്സോ ഉണ്ടെങ്കിൽ ആ മെത്തേഡുകൾ ഉപയോഗിച്ച് എന്തിനെ ആക്സസ് ചെയ്യാം. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിറ്റുവേഷൻ ഇതാണ്, എ ഹാസ് എ പ്രൈവറ്റ് വാല്യൂ എക്സ്. അത് ഇവൻ ബി മോനാണ്, ഇവന് എക്സിനെ ആക്സസ് ചെയ്യണം. ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റൂല. എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റൂ? ഇതിനകത്ത് പബ്ലിക്കോ പ്രൊട്ടക്റ്റഡോ ആയിട്ടുള്ള മെമ്പർ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ആ മെമ്പർ ഫങ്ഷൻസ് വഴി ഇവനെ ഏതിന്റെ വാല്യൂവിനെ ആക്സസ് ചെയ്യാം? എക്സിന്റെ വാല്യൂവിനെ ആക്സസ് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. The concept of a class having an object of another class as its data member is known as inheritance, overriding, abstraction, composition. The concept of class having an object of another class as its class member, അതിനെയാണ് കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ് കോമ്പോസിഷൻ ഓർ കണ്ടെയ്ൻമെന്റ്. ഒരു ക്ലാസ്സിൽ ഒരു കൺസെപ്റ്റ് ഓഫ് ക്ലാസ് ഹാവിങ് അൻ ഒബ്ജക്റ്റ് ഓഫ് അനദർ ക്ലാസ് ആസ് ഇറ്റ്സ് ഡേറ്റ മെമ്പർ. ഒരു ക്ലാസ് എ, അതിനകത്ത് ക്ലാസ് ബിയുടെ ഒബ്ജക്റ്റ് മെമ്പർ ആയിട്ടുണ്ട്. നമ്മുടെ ഇൻഡ് എയോടൊപ്പമൊക്കെ തന്നെ ഒരു ഒബ്ജക്റ്റും കൂടെ മെമ്പറായിട്ട് വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? കോമ്പോസിഷൻ എന്നാണ് അതിനെ പറയുന്നത്. In composition, the object that contains the other object and manages its lifetime is called a component, composite, independent object, derived object. It is known as composite. In composition എന്താണ്? ഒരു ക്ലാസ്സിൽ മെമ്പർ വേരിയബിൾ ആയിട്ട് വേറൊരു ക്ലാസിന്റെ ഒബ്ജക്റ്റും കൂടെ ഉണ്ടായിരുന്നാൽ ദാറ്റ് ഈസ് നോൺ ആസ് കോമ്പോസിഷൻ. കോമ്പോസിഷനിൽ ഒബ്ജക്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ദ അതർ ഒബ്ജക്റ്റ് ആൻഡ് മാനേജസ് ഇറ്റ്സ് ലൈഫ് ടൈം, അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെയാണ് എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈ ഒ ബി. സോ ഇതാണ് കോമ്പോസിറ്റ്. കോമ്പോസിഷൻ ഒരു ക്ലാസ്, അതിൻ്റെ അകത്ത് വേറൊരു ഒബ്ജക്റ്റ്, വേറൊരു ക്ലാസിന്റെ ഒബ്ജക്റ്റ്. ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? കോമ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. ഡേറ്റ മെമ്പേഴ്സ് ആർ ഓൾസോ കോമൺലി റെഫേർഡ് ടു ആസ് ബിഹേവിയർ, പ്രൊസീജിയർ ഓർ ഫങ്ഷൻസ് ഓർ ആട്രിബ്യൂട്ട്. ഡേറ്റ മെമ്പേഴ്സിന് എന്താണ് പറയുന്നത്? ആട്രിബ്യൂട്ടുകൾ എന്ന് പറഞ്ഞാൽ class is made up of data plus functions. ഡേറ്റ എന്താ പറയുന്നത്? ആട്രിബ്യൂട്ടുകൾ. ഫംഗ്ഷൻ എന്താ പറയുന്നത്? ബിഹേവിയർ. അപ്പോൾ ഡേറ്റ മെമ്പേഴ്സ് ഈസ് ആർ ഓൾസോ commonly referred to as attribute. Which of the following describes the visibility of private members when inherited using public inheritance? പ്രൈവറ്റ് മെമ്പേഴ്സിന്റെ ഇത് ഇൻആക്സസിബിൾ ആണോ, പ്രൊട്ടക്റ്റഡ് ആണോ, പബ്ലിക് ആണോ, പ്രൈവറ്റ് ആണോ? നോർമലി ഇറ്റ് ഈസ് ഇൻആക്സസിബിൾ. നോർമലി അതെന്താണ്? ഇൻആക്സസിബിൾ ആണ്. നമ്മളെ എങ്ങനെ ആക്സസ് ചെയ്യാന്ന് പറഞ്ഞു? ബേസ് ക്ലാസിന്റെ പ്രൈവറ്റ് ഡേറ്റാസിനെ പബ്ലിക്കോ പ്രൊട്ടക്റ്റഡോ ആയി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് ബേസ് ഡിറൈവ്ഡ് ക്ലാസ്സിനെ വിളിക്കാം. What is the effect of using private inheritance? Private inheritance ഉപയോഗിക്കുന്നു. All public and protected members remain public. All public and protected members become private in the derived class. Only protected members become private. Private members become protected. The correct answer is all public and protected members become private in the derived class. നമ്മൾ പ്രൈവറ്റ് ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കാം, പബ്ലിക് ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കാം. പ്രൈവറ്റ് ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ചാൽ കൊള്ളാമെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിക്കം പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ ബേസ് all public and protected members become private in the derived class. ബേസ് ക്ലാസ്സിലെ പ്രൈവറ്റ് പബ്ലിക്കും പ്രൊട്ടക്റ്റഡും ഡിറൈവ്ഡ് ക്ലാസ്സിൽ എന്തായിട്ട് മാറും? പ്രൈവറ്റ് ആയിട്ട് മാറും. കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എൻക്യാപ്സുലേഷൻ ഈസ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് പോളിമോർഫിസം. എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റ ആൻഡ് ഫംഗ്ഷൻ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്.
Encapsulation is mostly associated with polymorphism and overloading, private members and access method, inheritance and virtual function, composition and abstraction. It is private members and access specifiers. അതിന് വേറൊരു പേരാണ് ഗെറ്റേഴ്സ് ആൻഡ് സെറ്റേഴ്സ്. മെമ്പേഴ്സിനെ ഗെറ്റേഴ്സ് എന്നും മെത്തേഡ്സിനെ സെറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്, മെമ്പർ വേരിയബിൾസും മെമ്പർ ഫംഗ്ഷനും. മെമ്പർ വേരിയബിളിനെയാണ് ഗെറ്റേഴ്സ് എന്ന് പറയുന്നത്, മെമ്പർ ഫംഗ്ഷൻസിനെയാണ് സെറ്റേഴ്സ് എന്ന് പറയുന്നത്. In OOP, the concept that an object can maintain its value over time is known as behavior, functionality, binding, state. It is known as state of an object. It maintains its value. ആ വാല്യൂവിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എ ഫംഗ്ഷൻ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ റിട്ടേൺ ടൈപ്പ് ആൻഡ് കനോട്ട് ബി കോൾഡ് എക്സ്പ്ലിസിറ്റ്ലി ഓർ നോൺ ആസ് കൺസ്ട്രക്ടേഴ്സ്. റിട്ടേൺ ടൈപ്പ് ഇല്ലാത്തത് എപ്പോഴും എന്താണ്? കൺസ്ട്രക്ടറുകളാണ്. അത് ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി കോൾഡ് വെൻ എ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്. വിച്ച് ഇൻഹെറിറ്റൻസ് ടൈപ്പ് ഈസ് എ കോമ്പിനേഷൻ? Which inheritance type is combination of two or more other types, that is hierarchical and multiple, അല്ലെങ്കിൽ multi-level and multiple, that is known as hybrid inheritance. It is known as hybrid inheritance. ഒന്നിൽ കൂടുതൽ ടൈപ്പ്. ഫോർ എക്സാമ്പിൾ, ഇതേതാണ്? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇതേതാണ്? സിംഗിൾ ഇൻഹെറിറ്റൻസ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്തായി? മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആയല്ലേ. സോ ദിസ് ഈസ് നോൺ ആസ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. In the context of inheritance, the base class provides specialized view, generalized view, localized view, private view. ഇതൊരു ഒരു ലിറ്ററേച്ചർ ലെവലിലുള്ള ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്. അതിന്റെ മീനിങ് ഇതൊരു ജനറലൈസ്ഡ് വ്യൂ ആണ് തരുന്നത്. ഏത്? ബേസ് ക്ലാസ്. ബേസ് ക്ലാസ് ഒരു ജനറൽ സംഭവമായിട്ടിരിക്കും, അതിനെ എന്താക്കി മാറ്റും? സ്പെസിഫിക് ആക്കി മാറ്റും. ആര്? ഡിറൈവ്ഡ് ക്ലാസ്. അപ്പൊ ഡിറൈവ്ഡ് ക്ലാസ് സ്പെസിഫിക്കും, ബേസ് ക്ലാസ് ജനറലും. ബേസ് ക്ലാസ് ഈസ് ജനറൽ, ഡിറൈവ്ഡ് ക്ലാസ് ഈസ് സ്പെസിഫിക്. What is the primary benefit of using virtual function? It increase speed, it reduce code size, it enable runtime polymorphism, it allow private data member access, it enable runtime polymorphism. വളരെ ചെറുതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. runtime polymorphism, virtual function, it is very much connected. Okay. If a derived class object is assigned to a base class pointer, this is known as ഒരു derived classന്റെ ഒബ്ജക്റ്റിൽ is assigned to a base classന്റെ pointer assign ചെയ്താൽ upcasting, downcasting, overloading, static casting. The answer is upcasting. Upcasting is assigning a derived object to a base pointer is implicitly safe because the derived object contains all the component of the base class. ഇനി downcasting എന്ന് പറഞ്ഞാലോ it is opposite and potentially unsafe. ഓക്കെ, ഇത് തിരിച്ച് ഇതെന്താണ്? ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റിനെ ബേസ് ക്ലാസ് ഒബ്ജക്റ്റിലോട്ട് അസൈൻ ചെയ്യുന്നത് അപ്കാസ്റ്റിംഗ്. ഇനി തിരിച്ച് ബേസ് ക്ലാസ് ഒബ്ജക്റ്റിനെ ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റ് ആയിട്ട് അസൈൻ ചെയ്യുന്നത് ഡൗൺകാസ്റ്റിംഗ്. ഇറ്റ് ഈസ് നോട്ട് സേഫ്. കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. In C++, if you do not define any constructor for a class, the compiler provide default constructor, copy constructor, parameter constructor, private constructor. So it is default constructor. Which OOP concept is often described as programming to an interface, not an implementation? That is abstraction. That is the right. And abstraction എന്ന് പറഞ്ഞാൽ എന്താണ്? only essential thingsനെ മാത്രം കാണിച്ചുകൊണ്ട് unnecessary informationsനെ
ഹൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലാസ് എ അത് അബ്സ്ട്രാക്റ്റ് ആണെങ്കിൽ അതിലെ എല്ലാ മെമ്പർ വേരിയബിൾസിനെയും സബ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? റീഡിഫൈൻ ചെയ്യാം. അതിനെയാണ് എന്ത് പറയുന്നത്? പ്രോഗ്രാം ഈസ് നോട്ട് ആൻ ഇന്റർഫേസ്, നോട്ട് ആൻ ഇംപ്ലിമെന്റേഷൻ. ഇവിടെ ഇംപ്ലിമെന്റേഷൻ, അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ ഇംപ്ലിമെന്റേഷൻ കാണൂല, ഒള്ളി പേര് മാത്രമേ കാണൂ. ആ സംഭവങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? റീഡിഫൈൻ ചെയ്യാം. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് അബ്സ്ട്രാക്ഷൻ. അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഊപ്പ് കൺസെപ്റ്റിൽ ചെയ്തത്. ബാക്കി വരും ക്ലാസ്സുകളിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.